Good morning, all. Good morning, ma'am. Morning. Okay, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എവിടെ വരെയാണെന്ന് പറയാമോ? എംപ്ലോയി സെക്യൂരിറ്റി ആണ് ഇനി എടുക്കണ്ടേ? എംപ്ലോയി സെക്യൂരിറ്റി തുടങ്ങിയാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് മാത്രം പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും കയറി കഴിഞ്ഞോ? എല്ലാവരും കയറുന്നുള്ളൂ. 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും കയറുന്നവര് എന്തായാലും പതിയെ കയറട്ടെ. അപ്പൊ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഫ്രഞ്ച് ബെനിഫിറ്റ് ആണ്. എന്താണ് ഫ്രഞ്ച് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ഒരു ഓർഗനൈസേഷന്റെ സ്ഥാപനത്തിന് നല്ല ഏതൊരു വർക്കേഴ്സിനെ നല്ല സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെ തൃപ്തികരമായ അന്തരീക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവർ മാക്സിമം എഫോർട്ടോടുകൂടി വർക്ക് ചെയ്യും. അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ചും നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും എംപ്ലോയീസിനും അത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പേയ്മെന്റ്സുമായി ബന്ധപ്പെട്ട അല്ലെ, ടൈപ്സ് ഓഫ് എംപ്ലോയീസ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സിന്റെ ഒരു സെക്ഷൻ, അതായത് ജസ്റ്റ് ഒരു പോയിന്റ് ആണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കഡ്. അതിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയി സെക്യൂരിറ്റി, അതായത് തൊഴിൽ സംബന്ധമായ സുരക്ഷ അല്ലെ? നമുക്കറിയാം ഈ കാലഘട്ടത്തില് തൊഴിൽ എന്ന് പറയുന്നത് ചിലപ്പോ എന്താണ് ഇടയ്ക്കെങ്കിലും വെച്ച് ബ്രേക്ക് ചെയ്ത് പോയാൽ തന്നെ മുന്നോട്ടുള്ള ജീവിതം അല്ലെ, അത് എല്ലാവരെയും സംബന്ധിച്ചും ബുദ്ധിമുട്ടാണ്. ഉണ്ടാവില്ലേ? ഒരു തൊഴിൽ സുരക്ഷ ഇല്ല എങ്കിൽ എവിടെയെങ്കിലും വെച്ച് അവർ പിരിച്ചുവിടുന്ന ഒരു ജോബിലാണ് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? ഒരു തൃപ്തികരമായിട്ടുള്ള ജോലി ആയിരിക്കില്ല, അവര് ജോലിക്ക് പോകുന്ന രീതി ആയിരിക്കില്ല. കാരണം എപ്പോഴെങ്കിലും നമ്മൾക്ക് പിരിച്ചുവിടാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. എ ഫീലിംഗ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഇൻസെക്യൂരിറ്റി ഡിസ്റ്റർബ് പീസ് ഓഫ് മൈൻഡ് and satisfaction of any individual. It is therefore in the interest of any organization to ensure security for its employees and their family, both the physical and the job security. അപ്പൊ ഇങ്ങനെ ഇത്തരത്തില് ഏതെങ്കിലും ഒരു ഡിസ്റ്റർബ് അല്ലെ, കേസ് നമ്മുടെ മൈൻഡിൽ ഒരു തൊഴിൽ നഷ്ടപ്പെടുന്നുള്ള ഒരു ഡിസ്റ്റർബ് വന്നാൽ തന്നെ നമുക്കറിയാം അത് തൃപ്തികരമായിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് പ്രാപ്തമാവാനായിട്ട് സാധിക്കില്ല. ഒരു സ്ട്രെസ് ആയിരിക്കും അല്ലെ? എപ്പോഴാണെങ്കിലും നഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ഉള്ള കുറെ പ്രോബ്ലംസുകൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ എപ്പോഴും ആ വ്യക്തിക്ക് ഉണ്ടാവും അല്ലെ? ഇറ്റ് ഈസ് therefore in the interest of any organization. അതുകൊണ്ട് തന്നെ ഓരോ ഓർഗനൈസേഷൻസ് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തും. അതായത് ഇത്തരത്തിലുള്ള ഓരോ പേഴ്സൺസും അവിടെയുള്ള എംപ്ലോയീസിന്റെ തൊഴിൽ സംബന്ധമായ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഏതൊരു സ്ഥാപനവും ഉറപ്പുവരുത്തും.
തീർച്ചയായിട്ടും തൊഴിലാളിയെ സംബന്ധിച്ച് അത് ബെനിഫിറ്റ് അല്ലേ? അങ്ങനെ എന്തെങ്കിലും പാക്കേജുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ലേ? കേസ് ചില കമ്പനികൾ നമുക്കറിയാം എന്നല്ലേ, വലിയ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ഫ്ലോയിൽ തന്നെയായിരിക്കും പോകുന്നത്. അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ സീസൺ ആയിട്ടുള്ള ചില ഫേമുകളൊക്കെ ഉണ്ട് അല്ലെ, സീസണൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുന്ന തൊഴിലാളികൾക്കാണ് ഇത്തരത്തിലുള്ള ടെൻഷൻ കൂടുതൽ വരിക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ആ സീസൺ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് തൊഴിൽ നഷ്ടപ്പെടോ, ഇനി നെക്സ്റ്റ് സീസണിൽ നമ്മളെ വിളിക്കുവോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ അവരെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാക്കേജുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയീസിനെ സംബന്ധിച്ച് തൃപ്തികരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. Fringe benefit provided to an employee with a confirmed job title, എന്താ പറയുന്നത്, like a feeling of a job security in an employee. അപ്പൊ ഇത്തരത്തില് ജോലിയിലെ സ്ഥിരത അല്ലെ, അത് ഉറപ്പുവരുത്തുക, അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഏതൊരു ഓർഗനൈസേഷനും ലക്ഷ്യമിടേണ്ടതാണ്. Also, a confirmed job means the employee has a long-term source of income which gives a feeling of a secure life. അതായത് ദീർഘകാലത്തില് നമുക്ക് അത്യാവശ്യം അല്ലെ, നമുക്ക് ഇൻ കേസ് തൊഴിൽ നഷ്ടപ്പെട്ടാലും ചെറിയൊരു വരുമാനം സ്ഥാപനം നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട് ഓരോ എംപ്ലോയിയും തയ്യാറാവും. ഇൻ കേസ് സീസൺ പോയാലും അതുവരേക്കും ഒരു ചെറിയ ഒരു റിട്ടേൺ അവര് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എംപ്ലോയീസിനെ സംബന്ധിച്ച് ഗുണകരമല്ലേ? ആണോ? ഗുണകരമാണോ? ആണോ? അത്യാവശ്യം തൊഴിലുള്ള ഓക്കെ, കാരണം മന്ത്ലി പേയ്മെന്റ് അവർക്ക് ലഭ്യമാകുന്നു. ഇൻ കേസ് സീസണൽ ആയിട്ടുള്ള ടൈം കഴിയുമ്പോൾ നമുക്കറിയാം കമ്പനി ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടൈമിൽ ഒരു ചെറിയ റിട്ടേൺ അല്ലെ, ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത പേഴ്സൺ എന്ന നിലയ്ക്ക് ഒരു കരുതൽ എമൗണ്ട് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഒരു സെക്യൂരിറ്റി ഉണ്ട് അല്ലെ, ഒരു സുരക്ഷയുണ്ട്, അവരുടെ ലൈഫിനും ഒരു സുരക്ഷയുണ്ട്. ആ ടൈമുകളിൽ ഇത്രയും എമൗണ്ടെങ്കിലും നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുമല്ലോ അല്ലെ. ഇപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത്രയും എമൗണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അല്ലെ. അത് തന്നെയാണ് എംപ്ലോയി സെക്യൂരിറ്റിയിൽ എടുത്തു പറയുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കറിയാം ചില സ്ഥാപനങ്ങൾ ഇൻ കേസ് അല്ലെ, ചില സ്ഥാപനങ്ങളാണെങ്കിൽ ചിലപ്പോ എംപ്ലോയർ ഇങ്ങനെ തയ്യാറാവാത്ത സ്ഥാപനങ്ങളും ഉണ്ടാവും. ഇത്തരത്തിലുള്ള ബെനഫിറ്റ്സുകൾ തൊഴിലാളികൾക്ക് പ്രൊവൈഡ് ചെയ്യാത്ത സ്ഥാപനങ്ങൾ ഉണ്ടാവോ? അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ കുറെ നിയമങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം ഓരോ നിയമങ്ങളുടെയും പ്രത്യേകത എന്താണ്, നിയമങ്ങൾ എന്താണോ അത് പാലിക്കാനായിട്ട് അല്ലെ ഗവൺമെന്റ് ഇറക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഇറക്കുന്ന ആ ഒരു സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ ഇറക്കുന്ന നിയമങ്ങളെ പാലിക്കാനായിട്ട് അവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ തയ്യാറാകേണ്ടതാണ് അല്ലെ. അപ്പൊ എംപ്ലോയർ മസ്റ്റായിട്ട് ചില നിയമങ്ങളെല്ലാം പാലിച്ചു പോകേണ്ടതുണ്ടാവും. അതായത് ഒരു സ്ഥാപനം അത് സ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെ ഇത്രയും വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും എന്താണ് 50 എബോ അല്ലെങ്കിൽ 20 എബോ അത്രയും വർക്കേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ചില ആക്ടിന്റെ കീഴിൽ അത് രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്ന അവിടെയുള്ള എംപ്ലോയീസിന് ചില ആനുകൂല്യങ്ങൾ മസ്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും നൽകിയില്ലെങ്കിൽ നിയമപരമായിട്ട് അവര് ചില കാര്യങ്ങളിലൊക്കെ അല്ലെ അതിനെ നേരിടേണ്ടതായിട്ട് വരും. ചില ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും. കോടതിയിൽ ചിലപ്പോൾ തൊഴിലാളികൾ എന്തെങ്കിലും കിട്ടിയില്ല എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ നടപടികൾക്ക് ആ ഒരു ഫേം തയ്യാറാകേണ്ടതായിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടോ? അത് ഇന്നത്തെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇത്തരത്തില് സുരക്ഷ, തൊഴിലാളികൾക്ക് സുരക്ഷ നൽകുന്ന അവരുടെ ഉപജീവന മാർഗമാണ്, തൊഴിൽ ചെയ്താൽ കിട്ടുന്ന വേതനമാണ് അവരുടെ ഉപജീവന മാർഗം. അത് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ അവരുടെ ജോലി അല്ലെ അവരുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ചില പ്രൊവിഷനുകളുണ്ട് അല്ലെ. അത്തരത്തിലുള്ള കുറച്ച് പ്രൊവിഷനുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നോക്കാം. There are provisions in India laws which provide income security to employees such as payment of Wages Act 1936, Minimum Wages Act 1948,
ആൻഡ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. അതായത് ഇത്തരത്തിലുള്ള ആക്ടുകൾ നമുക്കറിയാം നിയമങ്ങളാണ് അല്ലെ. ആ നിയമത്തിന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അവകാശങ്ങൾ അവർക്ക് നേടിയെടുക്കാനുള്ള അർഹതയുണ്ട്. ഇൻ കേസ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടില് കുറച്ച് കാര്യങ്ങളില്ല, അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ആ പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. എന്താണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് എന്നാണ് അത് ഇൻട്രൊഡ്യൂസ് ഫോം ചെയ്തിരിക്കുന്നത് 1936. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് തൊഴിലാളികൾക്ക് വേതനം നൽകുന്നത് നിയന്ത്രിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിന് ഇൻഫോം ചെയ്യുന്നത്. അതിനെന്താ പറയുന്നത്, ഒരു പ്രത്യേക രീതിയിൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ അവർക്ക് വേതനം നൽകണം. ഇൻ കേസ് അനധികൃതമായിട്ടുള്ള കിഴിവുകളെല്ലാം നൽകാനായിട്ട് ഉണ്ടെങ്കിൽ അല്ലെ, അധികമായിട്ട് എന്തെങ്കിലും എമൗണ്ടുകളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഒരുപാട് നാൾ താമസിച്ച് വെക്കാതെ തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവർക്ക് പേയ്മെന്റുകൾ അതാത് പേയ്മെന്റുകൾ ആ തൊഴിലാളികൾക്ക് നൽകി പോകേണ്ടതാണ്. ഞാൻ അത് മാത്രമല്ല അമിതമായ കിഴിവുകളൊന്നും അല്ലെ, നമുക്കറിയാം ഇത്രയും വേജസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഒപ്പം അതിൽ ഇന്ന റിഡക്ഷൻസ് എന്ന് പറയുന്നത് വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ തൊഴിലാളിക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് തുച്ഛമായ വേതനമായിരിക്കും അല്ലെ. അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഒരു വേതനം ഫിക്സ് ചെയ്തിട്ട് അതിന് കുറെ ഡിഡക്ഷൻസ് വരെയാണ്. നമ്മളിപ്പോ അബ്സെൻസ് അല്ലെ, ദിവസത്തില് എല്ലാ ദിവസവും വന്നില്ല എങ്കിൽ നമുക്കറിയാം ആ ഒരു ദിവസത്തെ കൂലികൾ വെട്ടിക്കുറയ്ക്കും അല്ലെ. നമുക്ക് മിനിമം എന്താണ് ചിലപ്പോ 1 or 2 ദിവസത്തെ ലീവോട് കൂടിയുള്ള പേയ്മെന്റ് കിട്ടുകയുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വേതനം വെട്ടിക്കുറയ്ക്കും. പക്ഷെ അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ വേതനങ്ങളൊക്കെ തൊഴിലുടമയ്ക്ക് വെട്ടിക്കുറയ്ക്കാനായിട്ടുള്ള അർഹതയും ഇല്ല. കൃത്യമായിട്ടുള്ള വേതനം ഈ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം തൊഴിലാളികൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പൊ പേയ്മെന്റ് വേജസ് ആക്ടില് കീഴിൽ വരുന്നത് നമുക്കറിയാം ഒരു നിശ്ചിത അല്ലെ, ഒരു 50 കൂടുതലോ അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇതിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇത്തരത്തിലെ വേതനങ്ങളൊക്കെ എന്തെങ്കിലും വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു വെക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റില് പറയുന്നത് നമുക്കതൊന്നും പഠിക്കാനായിട്ട് കൂടുതൽ വിവരിച്ചൊന്നും പ്രതിപാദിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അടുത്തൊരു എന്താ പറയുന്നത് മിനിമം വേജസ് ആക്ട് 1948. അതായത് അത് കാണുമ്പോൾ തന്നെ അറിയാലേ, മിനിമം വേജസ് എങ്കിലും ഓരോ തൊഴിലാളിക്കും പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഏതൊരു തൊഴിലാളിയാണെങ്കിലും ഒരു മിനിമം വേതനം, ഇൻ കേസ് നമുക്കറിയാം ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് അവിടെ മിനിമം ചാർജ് ഈടാക്കും അല്ലെ. എന്ന് പറഞ്ഞ മാതിരി ഏത് തൊഴിലാളിയെയും തൊഴിലിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം വേതനം ഏതൊരു വ്യക്തിക്കും അർഹതപ്പെട്ടതാണ്. അപ്പൊ ഇത്തരത്തില് എന്തെങ്കിലും രീതിയിലെ ഡിഡക്ഷനൊക്കെ തൊഴിലുടമ വരുത്തി വെക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് കോടതിയെ സമീപിക്കാവുന്നതും അതിൽ നിന്ന് വേതനം കൈപ്പറ്റാവുന്നതുമാണ്. മിനിമം വേജസ് ആക്ട് 1948. അപ്പൊ ഈ ആക്ടുകളുടെ ഇയർ ഒക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെയുള്ള നെക്സ്റ്റ് ഒരു ഇതാണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. എന്താണ് ബോണസ് ആക്ട്? ബോണസ് ഒക്കെ എപ്പോഴാണ് നമുക്ക് കിട്ടാറ്? ബോണസ് എപ്പോഴാണ് കിട്ടാറ്? ഇയർലി. ഓക്കെ, നമ്മൾ സീസൺ ഫെസ്റ്റിവലിലൊക്കെ കഴിയുമ്പോഴല്ലേ നമ്മുടെ ഓണത്തിന് വിഷുവിന് അങ്ങനെയൊക്കെയാണ് ബോണസ് കിട്ടുക അല്ലെ. അപ്പൊ അതും ഇങ്ങനെ നമുക്കറിയാം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് നിശ്ചിത അളവിൽ കൂടുതലുള്ള അംഗങ്ങൾ ജോലി ചെയ്യുന്ന ഒരു 20 തൊഴിലാളികളുടെ അടക്കം അല്ലെ, അത്രയും അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിലും ബോണസിന് അർഹതപ്പെടുന്നതാണ്. അവരും ഇത്രയും സീസണുകളൊക്കെ ആവുമ്പോൾ ഒരു നിശ്ചിത ബോണസ് തൊഴിലാളികൾക്ക് നൽകേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെയുള്ള ബോണസ് ഒന്നും കിട്ടുന്നില്ല എങ്കിലും നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് നോൺ ചാരിറ്റബിൾ പർപ്പസിന് ഉള്ള ഒരു വേരിയേഷൻ അവിടെ പറയുന്നുണ്ട്. ഒരു സ്ഥാപനം ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ ബോണസിന് അർഹതപ്പെടുന്നില്ല. ഓക്കെ, അതാണ് ആ ബോണസ് ആക്ടിന്റെ കീഴിൽ വരുന്നത്. വീണ്ടും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. അതായത് ഇതേമാതിരി തന്നെ ഏതെങ്കിലും വ്യവസായ തർക്കങ്ങളൊക്കെ വഴി തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും അതും തൊഴിലാളികൾക്ക് അനിശ്ചിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 കോടതിയെ സമീപിക്കാവുന്നതാണ്.
ആ രീതിയിൽ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ ഇഷ്യൂസുകളെല്ലാം ആ ആക്ടിൽ പറയുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുകൂല നടപടികൾക്ക് ഇവർക്ക് കിട്ടാവുന്നതാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. നമ്മളൊരു തൊഴില് അല്ലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കിട്ടണം? എന്തെങ്കിലും കിട്ടേണ്ടതുണ്ടോ? തൊഴിൽ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഒരു മതിയായ വേതനം ലഭ്യമാകണം അല്ലെ. ആ വേതനം ലഭ്യമാകുന്നില്ല എങ്കിൽ ഇൻ കേസ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് പോയാലും നമുക്ക് ചില അല്ലെ കുറച്ചും കൂടി സീസണലായിട്ട് നമ്മൾ പിരിച്ചുവിട്ടാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ വരുമാന മാർഗം നിലച്ചു പോവാതിരിക്കുന്ന തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്ന നിയമങ്ങളാണ് എംപ്ലോയീസ് സെക്യൂരിറ്റി സ്കീമിൽ വരുന്നത്. Okay, provides for the payment of a compensation in case of a layoff and retrenchment as follows. അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു കാര്യങ്ങളാണ് ലേ ഓഫ് കോമ്പൻസേഷനും റിട്രീച്ച്മെന്റ് കോമ്പൻസേഷനും. ലേ ഓഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ എക്സ്പ്ലനേഷൻ താഴേക്ക് വരുന്നുണ്ട്. അതായത് ഇതും വ്യക്തികളെ അല്ലെ തൊഴിലാളികളെ തൊഴിലുടമ ഒരു പക്ഷേ പിരിച്ചുവിടാവുന്നതാണ്. അതായത് തൊഴിലുടമയ്ക്ക് മതിയാവണ്ണം എന്താണ് വരുമാന മാർഗം ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അധികമാണ് ഈ തൊഴിലാളികളെ സംബന്ധിച്ച്. തൊഴിലാളികൾ വരിക എന്ന് പറയുന്നത് അധികമായ ഒരു കാര്യമാണ് അവർക്ക്. അപ്പൊ അതുമൂലം തന്നെ തൊഴിലുടമയ്ക്ക് വേണമെങ്കിൽ ഈ വ്യക്തികളെ പിരിച്ചുവിടാം. പക്ഷെ അവിടെയും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് മതിയായ വേതനം അവർക്ക് ഉറപ്പാക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് ലേ ഓഫ് കോമ്പൻസേഷനും റിട്രീച്ച്മെന്റ് കോമ്പൻസേഷനും. ജസ്റ്റ് ഒന്ന് നോക്കാം. വായിച്ചു നോക്കാം. എംപ്ലോയീസ് സെക്യൂരിറ്റി എന്താണെന്നുള്ള ആ ഒരു സ്റ്റാർട്ടിങ് എന്താണെന്നുള്ളത് വായിച്ചു നോക്കാം. വേജസ് ആക്ടും ഇതെല്ലാം നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ഇതിലുള്ള നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടാവും. വേജസ് ആക്ടും അതേമാതിരി തന്നെ ബോണസ് ആക്ടും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടുകളൊക്കെ ഇല്ലേ പഠിക്കുന്നില്ലേ? ഏതെങ്കിലും ചാപ്റ്ററിലൊക്കെ പഠിച്ചു പോകുന്നുണ്ടാവും ഇല്ലേ? എന്തായാലും നിങ്ങൾ ഇത് കഴിഞ്ഞേക്കാകാം പഠിച്ചു തീർക്കും. അത് വിവരിക്കാനാണെങ്കിൽ നമ്മുടെ അല്ലേലേ നമുക്ക് കൂടുതലുണ്ട് അല്ലെ, പഠിക്കാനായിട്ട് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതലായിട്ട് വിവരിച്ചു തരാത്തത്. ജസ്റ്റ് മനസ്സിലാക്കി പോകാം. ഇങ്ങനെയുള്ള ആക്ടുകളുണ്ട്. ആക്ടുകളുടെ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഓരോ തൊഴിലാളികൾക്കും അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? എംപ്ലോയീസ് സെക്യൂരിറ്റി എന്താന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇതൊക്കെ അതിന്റെ ഒരു എക്സാമ്പിളുകളാണ്. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കുറച്ച് എക്സാമ്പിളുകളാണ്. ഇതാണ് മിനിമം വേജസ് ആക്ടും പേയ്മെന്റ് വേജസ് ആക്ടും ഒക്കെ. ഓക്കെ, കോടതി എന്ന് പറയുമ്പോൾ നമുക്ക് നിയമരക്ഷ തരാനുള്ള ഒരു മധ്യസ്ഥനായിട്ടാണ് അവിടെ അല്ലെ അവിടെ വീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും മധ്യസ്ഥനായിട്ട് ഇടയിൽ വരുന്നതാണ് ഈ ആക്ട് വഴി കോടതികളെയാണ് സമീപിക്കുക. അവരുടെ മധ്യസ്ഥതയിൽ തീർച്ചയായിട്ടും തൊഴിലാളിക്ക് അർഹമായത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കാം, ലേ ഓഫ് കോമ്പൻസേഷൻ. There are instances when management is forced by circumstances
സർക്കംസ്റ്റൻസ് ടു ലേ ഓഫ് എംപ്ലോയീസ്. അതായത് നമുക്കറിയാം ചിലപ്പോഴൊക്കെ മാനേജ്മെന്റിന് അല്ലെ അവർക്ക് തൊഴിൽ നഷ്ടം എന്താ പറയുക വലിയ ലാഭമില്ലാതെ പോകുന്ന ഒരു ബിസിനസ് ആണ് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ലേ ഓഫ് നടത്തേണ്ടതായിട്ട് വരും എംപ്ലോയീസിന്റെ ഇടയിൽ. കാരണം എല്ലാ തൊഴിലാളികൾക്കും മതിയായ വേതനം അവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെ, പ്രോഫിറ്റബിൾ അല്ലാത്ത രീതിയിൽ പോകുമ്പോൾ നമ്മുടെ സ്ഥാപനം നഷ്ടത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള തൊഴിലാളികളെ ലേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും, നിർബന്ധിതരാകും. ഇൻസ്റ്റൻസ് ഓഫ് ലേ ഓഫ്, employees are entitled to a layoff compensation at the rate of 50% of the total basic wages. അതായത് ഇങ്ങനെ വരുമ്പോൾ എംപ്ലോയീസിന് നമുക്കറിയാലേ അവിടെയുള്ള തൊഴിലാളികൾക്ക് അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഈ വർഷത്തെ ഇന്ന രീതിയിൽ തന്നെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുള്ള കണ്ടീഷനിലാണ് അവര് അവിടെ ജോലിയിൽ പ്രവേശിച്ചത്. അപ്പൊ അവർക്കും തീർച്ചയായിട്ടും എന്താണ് പെട്ടെന്ന് തന്നെ പിരിച്ചുവിടുമ്പോൾ അത് താങ്ങാൻ പറ്റാതെ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലേ ഓഫ് നടത്തുന്ന സമയങ്ങളിൽ ഒരു 50% അല്ലെ ടോട്ടൽ ബേസിക് വേജസിന്റെ ഒരു 50% എങ്കിലും ആ തൊഴിലാളികൾക്ക് അവരെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. And dearness allowance for the period of their layoff, excluding the number of weekly holidays in that period. അതായത് നമ്മൾ പറയുന്നത് മാതിരി എന്താണ് അവിടെ ഹോളിഡേയ്സ് ഒന്നും എടുക്കാത്ത രീതിയിൽ തന്നെ അല്ലെ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് വേജസിൻ്റെതായിട്ടുള്ള 50% കൊടുക്കണം. അതോടൊപ്പം തന്നെ ഡിയർനെസ് അലവൻസ് ആയിട്ടുള്ള വേതനവും അവർക്ക് ലേ ഓഫ് ആയിട്ട് ലഭ്യമാക്കേണ്ടതാണ്. പേയ്മെന്റ് ഓഫ് ലേ ഓഫ് കോമ്പൻസേഷൻ ഈസ് യൂഷ്വലി പെയ്ഡ് അപ് ടു 45 days in a year. ഒരു വർഷത്തില് അല്ലെ നമ്മൾ 45 ദിവസമെങ്കിലും കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ആ വേതനം ലഭ്യമാക്കി കൊടുക്കണം. അവരുടെ 45 ദിവസത്തെ ശമ്പളത്തിന്റെ അല്ലെ ഇപ്പൊ ഒരു ദിവസത്തിന്റെ ബേസിക് സാലറിയുടെ ഒരു 50% എന്ന കണക്കില് 45 ദിവസത്തെ വേതനത്തിന്റെ ബേസിക് സാലറി അവർക്ക് പേയ്മെന്റ് ആയിട്ട് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം കമ്പനി ഇവരെ പിരിച്ചുവിടുകയാണ് അല്ലെ. ഇവരെ സംബന്ധിച്ച് എന്താണ് ഇവര് പ്രതീക്ഷിച്ചിട്ട് അവിടെയുള്ള എംപ്ലോയീസ് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജോലി പ്രവേശിക്കുന്നത്. ഒരു സെക്യൂരിറ്റി അല്ലെ നമ്മൾക്കൊരു ജോലി സുരക്ഷ എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും അവർ ജോലി പ്രവേശിക്കുന്നത്. പെട്ടെന്ന് ഇവരെ പിരിച്ചുവിടുമ്പോഴെന്താണ് അവർക്കത് താങ്ങാൻ പറ്റാതെയാവും. അപ്പൊ അത് പരിമിതപ്പെടുത്താനായിട്ട് അതിനെ ഒരു നടവ് അല്ലെ ആ ഒരു ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ശതമാനം കൂലിയെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ലേ ഓഫ് കോമ്പൻസേഷൻ? ലേ ഓഫ് വരുന്നതിന് കാരണം നല്ലൊരു സ്ഥാപനത്തിൽ നന്നായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകുമ്പോൾ പിരിച്ചുവിടുന്നതല്ല, അത് തൊഴിലുടമയ്ക്ക് പറ്റാത്ത വിധത്തിൽ അല്ലെ ആ ഫേം അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മതിയായ രീതിയിൽ സ്ഥാപനം മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം എന്താണ് റിട്രെൻച്ച്മെന്റ്. എന്താണ് റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? It is a mandatory for a non-sessional industrial establishment employing 50 or more workers to give 1 month notice or 1 month wages to all the workers who are retrenched after 1 year of continuous service. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സീസണൽ ആയിട്ട് അല്ലെ ഒരു സീസൺ ആവുമ്പോൾ ഒരുപാട് തൊഴിലാളികളുടെ ആവശ്യം വേണ്ടി വരും. അതേസമയം ആ സീസൺ കഴിയുമ്പോൾ അവർക്ക് അല്ലെ അവരെ ചിലപ്പോൾ പറഞ്ഞയക്കേണ്ടതായിട്ടായിരിക്കും. വീണ്ടും സീസണിലാവുമ്പോൾ അവരെ വീണ്ടും എന്താണ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്ക് എന്താണ് ഒരു ബ്രേക്ക് വരുന്നുണ്ട് അല്ലേ? ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ബ്രേക്ക് വരില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അങ്ങനെ വരുമ്പോഴാണ് എന്താണ് 50 അതിൽ കൂടുതലായിട്ടുള്ള തൊഴിലാളികളെ ജോലിക്ക് എടുക്കുന്ന സീസണൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് എങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ അത്രയും വർക്കേഴ്സിന് തീർച്ചയായിട്ടും ഒരു ടൈം കഴിയുമ്പോൾ അവര് വീണ്ടും ഇല്ലാതെ അറിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ടു ഓൾ ദ വർക്കേഴ്സ് ഹു ആർ retrenched after 1 year of continuous service, this compensation is paid at the rate of 15 days wages for every completed year of service. അതായത് ഓരോ വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു പോകുന്ന തൊഴിലാളിക്ക് ഒരു 15 ദിവസത്തെ വേതനം അവർക്ക് കൊടുക്കാം. കേസ് ഒരു 5 വർഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തേക്കുന്ന വ്യക്തിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിൽ അവർക്ക് എന്താണ് ഓരോ വർഷം കൂടുമ്പോഴും 15 ദിവസത്തെ സാലറി കൊടുക്കണം അല്ലെ. അപ്പൊ 15 ദിവസത്തെ സാലറി കൂട്ടി വരുമ്പോൾ നമുക്കൊരു അറിയാം എന്താണ് 5 വർഷം ആകുമ്പോഴേക്കും കൂടുതലായിട്ടുള്ള ഡേയ്സിന്റെ സാലറി അവർക്ക് കിട്ടും. പക്ഷെ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വെക്കുകയാണ് വിത്ത് എ മാക്സിമം 45 days വേജസ് ഇൻ എ ഇയർ. പക്ഷെ 45 ദിവസത്തേക്കാൾ കൂടുതൽ സാലറി അവർക്ക് കൊടുക്കാനും പറ്റില്ല. ഒരു വർഷത്തിലെ മിനിമം എന്താണ് 15 ദിവസത്തെ സാലറിയാണ് അവർക്ക് കൊടുക്കേണ്ടത്.
പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വർഷം വർക്ക് ചെയ്താലും മാക്സിമം അവർക്ക് 45 ഡേയ്സിന്റെ സാലറിയാണ് ഇത്തരം പേഴ്സൺസിന് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരു കോമ്പൻസേഷൻ ആണ്, ഒരു നഷ്ടപരിഹാരം എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. അതിന്റെ ഒരു ആക്ട് പറയുന്നത്, ആ ഒരു നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു 15 ദിവസത്തെ സാലറി ഇവർക്ക് കൊടുക്കണം കോമ്പൻസേഷൻ ആയിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്ത പേഴ്സൺ ആവുമ്പോൾ മാക്സിമം 45 ഡേയ്സിന്റെ വേജസ് എങ്കിലും ഇവർക്ക് കൊടുത്തിരിക്കണം. Workers are entitled for compensation even in case of a closing down of a organization. In case അവരെ പിരിച്ചു വിട്ടാൽ പോലും, അല്ലെ, അവരെ ചിലപ്പോൾ ഇനി നെക്സ്റ്റ് സീസണിലാവുമ്പോൾ ഇവരെ നമ്മൾ എടുക്കുന്നില്ല, അങ്ങനെ തീരുമാനിച്ചു വിട്ടാലും ഇതിന് അർഹത ആർക്കുണ്ട്, ആ എംപ്ലോയീസിന് ഉണ്ട് എന്നുള്ളത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. അതായത് പിരിച്ചുവിടൽ നഷ്ടപരിഹാരം എന്നാണ് അതിൽ പറയുന്നത് തന്നെ. അതായത് 50 അതിൽ കൂടുതൽ തൊഴിലാളികളെ ജോലിക്ക് എടുക്കുന്ന സീസണിലല്ലാത്ത വ്യവസായ സ്ഥാപനങ്ങൾ, അതായത് നമ്മളൊരു 50 കൂടുതൽ തൊഴിലാളികളെയാണ് എടുക്കുന്നത്, അല്ലെ, അവിടെ, അതായത് ആ ഒരു സ്ഥാപനത്തിൽ 50 കൂടുതൽ തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു വർഷത്തെ തുടർച്ചയായ സേവനത്തിന് ശേഷം പിരിച്ചുവിടുന്ന ഏതൊരു തൊഴിലാളിക്കും 1 മാസത്തെ നോട്ടീസ്. ഇൻ കേസ് അവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, 1 more എന്താണ് 50 or more workers to give 1 month notice or 1 month wages to all the workers who are retrenched after 1 year of continuous സർവീസ്. അതായത് അവർക്ക് നോട്ടീസ് കൊടുക്കണം, ഇങ്ങനെ നിങ്ങളെ അല്ലെ ഒഴിവാക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ സുപ്രഭാതത്തിൽ ഒരു എംപ്ലോയിനോട് പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക്, അല്ലെ, ഭാവിയെ കുറിച്ചിട്ട് ഉത്കണ്ഠാകുലരും കാര്യങ്ങൾ, അല്ലെ, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ട് ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നോട്ടീസ് അടക്കം കൊടുത്തതിന് ശേഷമാണ് അവരെ പിരിച്ചുവിടേണ്ടത്. അത് മാത്രമല്ല അവിടെ പറയുന്ന ഒരു കാര്യം, 1 month wages to all the workers who are enriched after 1 year of continuous service. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കെ എന്താണ് അവർക്ക് എന്താണ് ഒരു 15 ദിവസം, അല്ലെ, ഇതിൽ പറയുന്നുണ്ട്, ദിസ് കോമ്പൻസേഷൻ ഇസ് പെയ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 15 days ഓഫ് ഏജ് ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെ, ഒരു സ്ഥാപനത്തില് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ അപ്പോ പിരിച്ചുവിടുന്നതിന് മുമ്പ് ഒരു 1 month നോട്ടീസ് കൊടുക്കേണ്ടി വരുന്നു. ഒപ്പം തന്നെ എന്താണ്, ഈ പിരിച്ചുവിടുന്നതിന്റെ ഒരു കോമ്പൻസേഷന്റെ ഭാഗമായിട്ട് ഒരു 15 ദിവസത്തെ വേതനം അവർക്ക് കൊടുക്കണം. ഒരു വർഷത്തെ നിരക്കിലാണ് അവർക്ക് 15 ദിവസത്തെ വേതനം കൊടുക്കുന്നത്. ഇൻ കേസ് കൂടുതൽ വർഷം അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവർക്ക് കൂടുതൽ ആനുകൂല്യം കൈപ്പറ്റേണ്ടതാണ്, അല്ലെ, ഉണ്ടാവില്ലേ? കൂടുതൽ വർഷം വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അപ്പൊ കൂടുതൽ ആനുകൂല്യം അവർക്ക് കിട്ടേണ്ടതല്ലേ, ഉണ്ടാവും, അല്ലെ. അപ്പൊ ഒരു 5 വർഷം അവർ വർക്ക് ചെയ്താൽ അപ്പൊ ഒരുപാട് എമൗണ്ട് അവർക്ക് കൈപ്പറ്റാനായിട്ട് ഉണ്ടാവും. ഇൻ കേസ് നമുക്കറിയാം 15 ദിവസത്തെ ആകുമ്പോൾ 2 വർഷം ആകുമ്പോൾ 30 ആയി, ദെൻ എന്താണ് 3 വർഷം ആകുമ്പോൾ അത് 45 ആയും, 4 വർഷം ആകുമ്പോൾ എന്താണ് അത് കൂടുതലായിട്ട് വരും, അല്ലെ. പക്ഷെ അവിടെ ഒരു 45ന്റെ ഒരു മാക്സിമം റേറ്റ് ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. എത്ര വർഷം വർക്ക് ചെയ്താലും കോമ്പൻസേഷൻ എമൗണ്ട് ലാസ്റ്റ്, അല്ലെ, ഒരു 45 ഡേയ്സിന്റെ ഒരു മാക്സിമം എമൗണ്ട് ആണ് അവിടെ കിട്ടാനായിട്ടുള്ള അർഹതയുള്ളൂ. പക്ഷെ നിലവില് 1 year ആണ് എങ്കിൽ 15 ഡേയ്സിന്റെ സാലറി അവർക്ക് അർഹതപ്പെട്ടതാണ്. ക്ലിയർ ആയോ? നമുക്ക് ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷനും അതേമാതിരി തന്നെ ഈ ആക്ടിന്റെ കീഴിലുള്ള കോമ്പൻസേഷനും ഇതെല്ലാം എംപ്ലോയീസിന്റെ തൊഴിലിന്റെ സുരക്ഷ മുൻനിർത്തി നൽകുന്നതാണ്. ചില സ്ഥാപനങ്ങളെല്ലാം ചിലപ്പോൾ നമുക്കറിയാം തൊഴിലുടമ അത് നേരിട്ട് തന്നെ കൈകാര്യം ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. ചിലയിടത്തൊക്കെ കേസും കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ സെറ്റിൽമെന്റ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും, അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥാപനങ്ങളുമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി പോവുക. അതായത് ആക്ടുകൾ ലേ ഓഫും പിരിച്ചുവിടുക തന്നെയാണ്. പക്ഷെ ലേ ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് തൊഴിലുടമ എന്താണ് ഇൻ കേസില് ഭയങ്കര ഇതായിട്ട്, അല്ലെ, അവിടെ ബർഡൻ ആയതുകൊണ്ടാണ് പിരിച്ചുവിടുന്നത്. റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ പോലെയല്ല, അവര് സ്ഥാപനത്തിന് എന്താണ് അത് നന്നായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെയാണ് 2 രീതിയിലും പിരിച്ചുവിടുന്നത് തന്നെയാണ്. ഒന്ന് സീസണൽ ഇതായിട്ട് വരുമ്പോഴും, മറ്റൊന്ന് എന്താണ്
അവിടെ ആ സ്ഥാപനം പ്രോഫിറ്റബിൾ ആയിട്ട് പോവാൻ പറ്റാത്തത് കൊണ്ടും പിരിച്ചുവിടുന്നതാണ്. ഓക്കെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വിഭാഗത്തേക്ക് പോകാം. ജസ്റ്റ് വായിച്ചു നോക്കാം. ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊഫഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് എടുക്കാറുള്ളത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയുള്ള വർക്കേഴ്സിന്റെ തൊഴിലിന്റെ കാര്യം നമ്മൾ കണ്ടു. ആദ്യം നമ്മൾ കണ്ടു എന്താണ് അതുമായി ബന്ധപ്പെട്ട ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും പാക്കേജുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യം കണ്ടു. എംപ്ലോയീസിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു. അതായത് തൊഴിലിന്റെ ആ ഒരു അല്ലെ, നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജോലി കിട്ടിയില്ല എങ്കിലും എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അത് മാത്രമല്ല ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ് ആണ്. അതായത് നമ്മുടെ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ മാത്രമേ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മുടെ ഏതൊരു തൊഴിലാളിയാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ആരോഗ്യം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. ആ ഒരു ജോലിയോട് കൂടിയിട്ട് അവരുടെ ആരോഗ്യം ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള ജോലിയിലേക്ക് പോകാനായിട്ട് തയ്യാറാവില്ല അല്ലെ. അപ്പൊ അത് തന്നെയാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഓഫ് എംപ്ലോയീസ് ആർ ഓഫ് utmost importance not only for an organization but also for the country, because human resources are the backbone of economic activity of a nation. ഓക്കെ, നമ്മളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് എംപ്ലോയീസിനെ സംബന്ധിച്ചും ഇമ്പോർട്ടൻസ് ആണ്. അതേമാതിരി തന്നെ അത് സ്ഥാപനത്തിനെ സംബന്ധിച്ചും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയാണ് കൺട്രിയെ സംബന്ധിച്ച് അല്ലെ, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് ഓരോരുത്തരെയും അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിന്റെ ആരോഗ്യം എന്നുള്ളത് ഒരു ബാക്ക് ബോൺ ആണെന്ന് പറയുന്നത് അല്ലെ, നട്ടെല്ലാണെന്ന് പറയുന്നത്. കാരണം എക്കണോമിക് ആക്ടിവിറ്റിയില് എന്നുവെച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഓരോ സ്ഥാപനത്തിലും വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെയും ആരോഗ്യം എന്ന് പറയുന്നത്. അതായത് ആരോഗ്യ സുരക്ഷ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇൻ കേസ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള റിസോഴ്സസ് എന്ന് അവകാശപ്പെടാവുന്നതാണ് ഹ്യൂമൻ റിസോഴ്സസ്. കാരണം നല്ല രീതിയിൽ ഈ വ്യക്തികൾ നന്നായിട്ട് തന്നെ അവനവന്റെ ആരോഗ്യത്തോടു കൂടിയിട്ട് നല്ല കഴിവുകൾ പ്രതിഫലിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തൊഴിലുടമയെ സംബന്ധിച്ചാണെങ്കിലും തൊഴിലാളിയെ സംബന്ധിച്ചാണെങ്കിലും രാജ്യത്തിനെ സംബന്ധിച്ചാണെങ്കിലും ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ സുരക്ഷ എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. In India, the Factories Act 1948 stipulates certain requirements regarding working conditions in order to provide a safe working environment. Our Factories Act 1948 പ്രധാനമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സേഫ് വർക്കിംഗ് എൻവയൺമെന്റ് അല്ലെ, നമ്മുടെ സുരക്ഷിതമായിട്ടുള്ള വർക്കിംഗ് എൻവയൺമെന്റിനെ കുറിച്ചിട്ടുള്ള കണ്ടീഷനുകൾ, അതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടൊക്കെയാണ് ഫാക്ടറി ആക്ട്സ് 1948 എടുത്ത് പറയുന്നത്. Then the provision in this act are means to promote health and safety of employees. ഇതിലെ പ്രധാനമായിട്ട് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത് അവിടെയുള്ള തൊഴിലാളികളുടെ ആരോഗ്യത്തിന്റെയും സുരക്ഷയെയും കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഈ ഒരു ആക്ടിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി പ്രൊവിഷൻസ് mean to safeguard health related to overall cleanliness, proper ventilation and temperature, proper disposal of waste and effluents, protection from dust and fumes, artificial humidification, safe drinking water, adequate number of latrines and urinals in proper working conditions and adequate lighting. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലേ, അവിടെ നല്ല സുരക്ഷിതമായിട്ടും നല്ല ആരോഗ്യപരമായിട്ടും
ജോലി ചെയ്യണമെങ്കിൽ എന്താണ് അതിനുള്ള ഫെസിലിറ്റീസ് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. വേണ്ടേ? വേണോ? ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം എന്തെങ്കിലും സ്പീഡ് കൂടിപ്പോയോ? ഒന്നുകൂടിയൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, നമുക്ക് അറിയാവുന്ന മാറ്റേഴ്സ് ആണ് അല്ലെ? ഓക്കെ, വേണം അല്ലെ? അപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾക്ക് നല്ല ആരോഗ്യം തരുന്നതും നല്ല സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ അവിടെ വേണം. അപ്പൊ അത്തരത്തിലുള്ള അന്തരീക്ഷത്തിന് വേണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം? ഇത് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ വേണം? അവിടെ ഒരു തൊഴിലാളികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളായിരിക്കണം? ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. മതിയായ തരത്തിലുള്ള അല്ലെ എന്താണ് യൂറിനൽസ് അല്ലെങ്കിൽ ശൗചാലയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. വാട്ടർ, നല്ല ഫ്രഷ് വാട്ടർ ഉണ്ടായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അല്ലെ നമുക്കറിയാം വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കാനായിട്ടുള്ള ഒരു വെള്ളം പ്രൊവൈഡ് ചെയ്യണം, വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ വെന്റിലേഷൻ അല്ലെ നല്ല മതിയായ വായുവൊക്കെ പ്രവേശിക്കുന്ന തരത്തിലുള്ള വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെ എന്തൊക്കെ വേണം? ലൈറ്റ്സ് വേണം, വെളിച്ചം വേണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പ്രതിപാദിക്കുന്നത്. ഈ ആക്ടിന്റെ കീഴിലുള്ള പ്രൊവിഷനിൽ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രൊവിഷൻ മീൻസ് ടു സേഫ് ഗാർഡ് ഹെൽത്ത് റിലേറ്റഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ഓക്കെ, നമ്മൾ വേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യണം അല്ലെ? അവിടെ നിന്ന് മടുക്കുകളൊന്നും മടിഞ്ഞുകൂടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊന്നും സാധിക്കില്ല അല്ലെ? പ്രൊവിഷൻസ് mean to safeguard health related to overall cleanliness. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോമേറ്റ് പറയുന്നത്. പ്രോപ്പർ വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ അല്ലെ? മതിയായ ചൂടും വേണം, മതിയായ വായുകളൊക്കെ പ്രവേശിക്കത്തക്ക വിധത്തിലുള്ള അന്തരീക്ഷമായിരിക്കണം. then എന്താണ് അല്ലെ? തണുത്തുറഞ്ഞ പ്ലേസിലാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? ഒപ്പം തന്നെ ഭയങ്കര ചൂടും കാര്യങ്ങളാണെങ്കിലും മതിയായ വെള്ളം വർക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ? പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റുകളെല്ലാം നല്ല രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ആൻഡ് ഫ്ലക്സ് പ്രൊട്ടക്ട്സ്, അതായത് അതുമാതിരി തന്നെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേത് തരത്തിലുള്ള വേസ്റ്റുകളും കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. പ്രൊട്ടക്ഷൻ ഫ്രം ഡസ്റ്റ് ആൻഡ് ഫംസ് എന്ന് വെച്ചാൽ പൊടിയിൽ നിന്നും അല്ലെങ്കിൽ പുക അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു സുരക്ഷ ഉണ്ടായിരിക്കണം. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഈർപ്പം അല്ലെ? ഈർപ്പം, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈർപ്പങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം AC കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈർപ്പവും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്ലേസിൽ ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ് തിന്നി വീഴാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിരിക്കണം. സേഫ് ഡ്രിങ്കിങ് വാട്ടർ, നല്ല വാട്ടർ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ആഡിക്വേറ്റ് നമ്പർ ഓഫ് ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് അല്ലെ? പുരകളും ശൗചാലയങ്ങളൊക്കെ മതിയായ രീതിയിൽ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ഇംപ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ്, അതെല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് അല്ലെ? ചിലപ്പോൾ നമുക്കറിയാം ചില സ്ഥാപനങ്ങളൊക്കെ മദ്യവെള്ളമൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാം വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. വർക്കിംഗ് കണ്ടീഷനുള്ള നമ്പേഴ്സുകൾ അല്ലെ എണ്ണം തന്നെ എല്ലാത്തിനും ഉണ്ടായിരിക്കണം. ആൻഡ് അഡിക്വേറ്റ് ലൈറ്റിംഗ് എന്ന് വെച്ചാൽ മതിയായ വെളിച്ചവും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്തരം സൗകര്യങ്ങളെല്ലാം തന്നെ മതിയാവണ്ണം ഉണ്ട് എങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ സുരക്ഷിതമായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സ്പീഡ് ഒന്നും കൂടി പോയിട്ടില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അല്ലേ? Okay, then next നോക്കാം. It is therefore vital to protect employees against accidents and conditions detrimental to health, as both are harmful factors that affect the productive capacity of the affected employees. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല ഒരു കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് വലിയ ആക്സിഡന്റുകളോ അല്ലെങ്കിൽ അല്ലെ തെന്നി വീഴുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ തലറങ്ങി വീഴുന്ന അവസ്ഥകളൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ അവർക്ക് ആരോഗ്യത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലും അവരുടെ ഉൽപാദന ശേഷി അല്ലെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അഫക്റ്റഡ് എംപ്ലോയീസ് അവർക്ക് നല്ല രീതിയിലുള്ള ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് അത്തരം സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ?
ഇതാണ് പ്രധാനമായിട്ടും ആ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റ് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലേ, നമുക്കറിയാവുന്ന ഭാഷയാണ്, അതുകൊണ്ട് അതായത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. ഇനി നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാം. സ്പീഡില്ലല്ലോ, ചില ഭാഗങ്ങളിലെ നമുക്ക് സ്പീഡിൽ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. കണ്ടിന്യൂ ചെയ്യാലോ. Provisions regarding safely including safely include provision regarding safety include precautions while working near or on high voltage supply equipment. അതായത് നമുക്ക് ഇൻ കേസ് ഹൈ വോൾട്ടേജ് ഉള്ള എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ അതിനിടയ്ക്കൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം അല്ലെ. നല്ല ചൂടുള്ള യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ അവിടെയുള്ള വർക്കേഴ്സിന് എടുത്തിരിക്കണം. പ്രിക്കോഷൻസ് അഗേൻസ്റ്റ് ഡസ്റ്റ് അല്ലെ, പൊടിപടലങ്ങളുള്ള അതിന് എതിരായിട്ട് അല്ലെ, അതിന്റെ ഇടയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് മുൻകരുതലുകൾ എടുക്കണം. എക്സ്പ്ലോസീവ് ഇൻഫ്ലമബിൾ മെറ്റീരിയൽസ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, പൊട്ടിത്തെറിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ടെങ്കിൽ ഡേഞ്ചറസ് ഫംസ് ആൻഡ് ഗ്യാസസ്, അതായത് വാതകങ്ങള് അല്ലെങ്കിൽ പുകയൊക്കെ വരാനായിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയിലാണ് വർക്ക് ചെയ്യുമെങ്കിൽ ആ വർക്കേഴ്സ് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ഫെൻസിങ് ഓഫ് മെഷീനറി പ്രിക്കോഷൻ, ഫെൻസിങ് ഓഫ് മെഷീനറി എന്ന് വെച്ചാൽ വലിയ വലിയ മെഷീനറി അല്ലെ യന്ത്രങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ വേണമെങ്കിൽ എന്താണ് മതിൽക്കെട്ട് പോലെ മുൻവേലി പോലെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പ്രിക്കോഷൻസ് വൈൽ വർക്കിംഗ് നിയർ ഓർ ഓൺ മെഷീനറി ഇൻ മോഷൻ എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെ, അതിന്റെയൊക്കെ വശങ്ങളിലൊക്കെ വരാനായിട്ട് അല്ലെ, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഡാമേജസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സിറ്റുവേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ എടുക്കണം. ദെൻ എന്താ പറയുന്നത്, ഡിവൈസസ് ഫോർ ഡിസ്കണക്റ്റിംഗ് പവർ, അതായത് ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില ഇതുകളൊക്കെ ഇലക്ട്രിക് പവറോട് കൂടിയിട്ട് അല്ലെ, പവറിന്റെ കൂടിയിട്ട് തന്നെ ആയിരിക്കും ചില യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതൊക്കെ ഡിസ്കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ദെൻ അതേമാതിരി തന്നെ പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറി ഫ്രം ഹോയിസ്റ്റ് ലിഫ്റ്റ്സ് ചെയിൻ ആൻഡ് റോപ്സ് ഇൻ മോഷൻ റിവോൾവിംഗ് മെഷീനറി, അതായത് ഇതെല്ലാം മുൻകരുതൽ എന്ന ഭാഗത്ത്, അതായത് ചിലപ്പോ ഇങ്ങനെ പറഞ്ഞോണം എന്താണ് ചങ്ങലകള് അല്ലെങ്കിൽ റോപ്പ് അല്ലെ, കയറുകള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചും പിടിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തൊഴിലാളികൾക്കൊക്കെ ഇഞ്ചുറി വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ, മുറിവുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതിനൊക്കെയുള്ള മുൻകരുതലുകൾ പ്രിവെൻഷൻസ് ഒക്കെ എപ്പോഴും എടുക്കണം. ദെൻ എന്താ പറയുക, റിവോൾവിംഗ് മെഷീനറി അവോയ്ഡിംഗ് ലിഫ്റ്റിംഗ് എക്സസീവ് വെയിറ്റ് ഓഫ് ടു പ്രിവെന്റ് സ്പൈനൽ ഇഞ്ചുറീസ്, അതായത് മെഷീനറികളൊക്കെ കറക്കുമ്പോൾ അല്ലെ കൂടുതൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അതല്ലെങ്കിൽ കനമുള്ള ഭാരമുള്ള വസ്തുക്കളൊക്കെ നമ്മളെടുത്ത് അല്ലെ ലിഫ്റ്റിലേക്കൊക്കെ എടുത്ത് വെക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്പൈനൽ ഇഞ്ചുറീസ് നമുക്കറിയാം, നട്ടലിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇതിലെ പ്ലേസുകളിലൊക്കെ കൂടുതൽ എഫേർട്ട് വേണ്ടി വരികയാണെങ്കിൽ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക് ചില അല്ലെ എക്യുപ്മെന്റ്സ് നമുക്കറിയാം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് പോലെ തന്നെ എല്ലാത്തിനും എന്താണ് അത്തരത്തിലുള്ള വയേഴ്സ് ധരിക്കേണ്ട വസ്തുക്കളൊക്കെ ധരിച്ചിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഭാരമുള്ള വസ്തുക്കളൊക്കെ എടുത്ത് പൊക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് മറ്റേതെങ്കിലും ഹെൽപ്പുകളൊക്കെ മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയിരിക്കണം. In addition, there are provisions regarding emergency actions equipment in case of a fire. In case എന്തെങ്കിലും തീപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും പ്രൊവിഷൻസുകളൊക്കെ ഓരോ സ്ഥാപനത്തിലും ഉണ്ടായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് പവർ അക്കോർഡിംഗ് ടു റിക്വയർഡ് സ്പെഷ്യലൈസേഷൻ സേഫ്റ്റി ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇൻ കേസ് അത് മെഷീനറിയിൽ നിന്നാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഉള്ള എന്തെങ്കിലും അല്ലെ തീപിടുത്തങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകളൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ അതിനെല്ലാം പ്രിവെന്റ് ചെയ്യാനുള്ള മെഷീനറി അല്ലെ പ്രത്യേകമായിട്ടുള്ള നടപടികൾ, സുരക്ഷാ ഇതുകള് മുൻകരുതലുകളെല്ലാം തന്നെ നേരത്തെ കൂട്ടി ഏതൊരു വർക്കിംഗ് സ്ഥാപനത്തിലും ഏതൊരു ഓർഗനൈസേഷനിലും മുൻകരുതലായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു തൊഴിലിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏതൊരു ഫാക്ടറിയിലും അല്ലെങ്കിൽ കമ്പനിയിലും ഓർഗനൈസേഷനിലൊക്കെ ഉണ്ടാകും. അപ്പൊ അതിന് ആ ഒരു തൊഴിലാളികൾക്കുള്ള സുരക്ഷ ഉറപ്പുവരിക അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന്
നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ടായിരിക്കണം, എടുത്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ്, കണ്ടിന്യൂ ചെയ്ത് പോയതിന് കുഴപ്പമില്ലല്ലോ. നമുക്ക് ഈ ഭാഗത്തൊക്കെയാണ് ഇച്ചിരി സ്പീഡിൽ പറയാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. മെന്റലി നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് തൊഴിൽ സുരക്ഷയുടെ കാര്യം, ഹെൽത്തിന്റെ കാര്യമൊക്കെ. അവിടെ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. അടുത്ത പോയിന്റിലേക്ക് പോവാലോ. വെൽഫെയർ ആൻഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. കൂടുതൽ പോയിന്റ് ഉണ്ട്, എന്നാലും നമുക്ക് അങ്ങനെ എടുത്തു പോവുക അല്ലെ. എളുപ്പമുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. കുഴപ്പമില്ലല്ലോ. മറ്റേതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്. എന്താണ് അതിൽ പറയുന്നത്? ജനറൽ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് പ്രൊവൈഡർ ആർ ആസ് ഫോളോസ്. അതായത് ചില ആനുകൂല്യങ്ങൾ അല്ലെ, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തൊഴിലാളികൾക്ക് നമ്മൾ നേരത്തെ കണ്ടത് തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്ന മാതിരി തന്നെ കുറെ ആനുകൂല്യങ്ങൾ കൂടി അവർ പ്രതീക്ഷിക്കും അല്ലെ. അവരുടെ ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചും നല്ലതാണ്, തൊഴിലാളികളെ സംബന്ധിച്ചും നല്ലതാണ് അല്ലെ. അവർക്ക് നല്ല നല്ല എന്താണ് എന്തെങ്കിലും അല്ലെ, ഹോസ്റ്റൽ സൗകര്യങ്ങള്, അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസുകള്, അല്ലെങ്കിൽ ട്രാവലിംഗ് സൗകര്യങ്ങള്, അതേമാതിരി തന്നെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് സൊസൈറ്റികളിൽ കാർഡ് ഉപയോഗിച്ചൊക്കെ എന്താ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ മാർക്കറ്റ് വിപണനമൊക്കെ ഇൻ കേസ് ഒരു കമ്പനിയുടെ തന്നെ ബോർഡറിന്റെ ഉള്ളിലൊക്കെ സ്ഥാപിച്ചു കൊടുക്കുക. അങ്ങനെ പല ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികൾക്കും ഭയങ്കര തൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. തൊഴിലുടമയ്ക്കാണെങ്കിലും എന്താണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, ആ ആനുകൂല്യത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ അവർക്ക് കൃത്യമായിട്ട് പങ്ക്ച്വാലിറ്റിയോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനെ സംബന്ധിച്ച് എന്താണ് തൊഴിലുടമയ്ക്കും ഗുണകരം തന്നെയാണ് അല്ലെ. അവരെ വിട്ടു പോവാതെ അറ്റൻഡൻസ് ഒന്നും അല്ലെ, ഒരുപാട് അബ്സെന്റീസ് ഒന്നും വരാതെ അവര് കൃത്യമായിട്ടൊക്കെ തൊഴിൽ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് അത് നല്ല കാര്യം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹൗസിംഗ്, ഫസ്റ്റ് വൺ പറയുന്നത് ഹൗസിംഗ് ആണ്. എന്താണ് ഹൗസിംഗില് നമുക്കറിയാം, ഏതൊരു വ്യക്തിക്കും അല്ലെ ഒരു ചില നമുക്കറിയാം അല്ലെ, ചിലവരൊക്കെ പുറത്ത് പോണത് തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോണത് എന്തിനു വേണ്ടിയാ? അവിടെ നിന്ന് കുറെ ഫിനാൻസ് ഒക്കെ സമ്പാദിച്ച ഒരു വീടൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊക്കെ ആയിരിക്കും ഇല്ലേ? അങ്ങനെയുള്ളവരില്ലേ? ഉണ്ടോ? എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല, കുറച്ചു പേരെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ ബേസിലൊക്കെ പോകാറില്ലേ? നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഒരു വീട് എന്നൊക്കെ പറയുന്ന ഒരു സ്വപ്നം വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത്, അതായത് നമ്മൾ കിടന്നുറങ്ങാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ്, ഒരു ഇടം ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൗസിംഗ് നോക്കുമ്പോൾ a roof over the head is one of the vital requirements for a human being to survive. അതായത് ഏതൊരു അല്ലെ നമ്മുടെ തലയ്ക്ക് മേലെ നല്ലൊരു മേൽക്കൂര എന്നുള്ളത് ഏതൊരു ഹ്യൂമൻ ബീയിന്റെയും ആഗ്രഹവും ആവശ്യവുമാണ്. Lack of adequate housing is a cause of great stress and worry for employees. മതിയായ ഒരു വീടില്ല അല്ലെ, ഒരു സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ മതിയായ ഒരു ഹൗസ് ഇല്ല എന്നുള്ളത് ഓരോ എംപ്ലോയീസിനെ സംബന്ധിച്ചൊക്കെ എപ്പോഴും വറിയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. which adversely affect their work. അതെപ്പോഴും എന്താണ് നമുക്കറിയാം, നല്ലൊരു സൗകര്യമില്ലാത്ത വീടുകളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് നേരാൻ വണ്ണായിട്ട് പ്രോപ്പറായിട്ട് സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഒരു ഡ്യൂട്ടിയിലേക്ക് അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. Therefore, many organizations build quarters near the plant or office for their employees. അതായത് നമുക്കറിയാം, തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ അല്ലെ മിക്കപ്പോഴും കമ്പനി ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ആ കമ്പനി പ്രദാനം ചെയ്ത് കൊടുക്കുന്നതാണ് അല്ലെ. പിന്നെ ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള താമസിക്കാനായിട്ടുള്ള ഇടം സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ചേഞ്ച് ചെയ്യാൻ മിനിമം റെന്റ് അല്ലെ, ചിലപ്പോഴൊക്കെ നമുക്കറിയാം മിനിമം റെന്റിലൊക്കെ തന്നെയായിരിക്കും ഇവർ ഈ ക്വാർട്ടേഴ്സ് ഒക്കെ വാഗ്ദാനം ചെയ്യുന്നത്.
Some organizations provide and or arrange for housing loans for employees at a low interest rate. ചിലപ്പോഴൊക്കെ ചില സ്ഥാപനങ്ങളൊക്കെ എന്താണ് അവരുടെ അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനൊക്കെ ലോൺ, വീട് പണിയാനുള്ള ലോണുകളൊക്കെ മിനിമം ഇൻട്രസ്റ്റിലൊക്കെ, മിനിമം കുറഞ്ഞ പലിശയ്ക്ക് നിരക്കിലൊക്കെ ലോണുകളൊക്കെ അനുവദിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഓർഗനൈസേഷൻ പ്രദാനം ചെയ്യുന്നത് എംപ്ലോയീസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് തന്നെയാണ്, ഒരു ബെനിഫിറ്റ് അല്ലേ? അവർക്ക് മതിയാവുന്ന സാലറി അല്ല, അതിനപ്പുറം ഒരു പാക്കേജ് ആണ് ഈ ഹൗസിംഗ് എന്നുള്ള ഒരു രീതിയിലൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ മനസ്സിലായോ? ചില സ്ഥാപനങ്ങള് ക്വാർട്ടേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചില സ്ഥാപനങ്ങള് എന്താണ് മിതമായ നിരക്കിലുള്ള പലിശയോട് കൂടിയ ലോണുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്ത് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവിടെയുള്ള വർക്കേഴ്സിന് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ് ക്യാൻറ്റീൻ. ക്യാൻറ്റീൻ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ദിസ് ഫെസിലിറ്റീസ് ഓൾസോ ഈസ് ഓഫ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഫോർ ബോത്ത് ദ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. ഓക്കെ, അവിടെയുള്ള തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ തൊഴിലുടമയ്ക്കും ഒരുപോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ. അവൈലബിലിറ്റി ഓഫ് ഗുഡ് ആൻഡ് ഫ്രഷ് ഫുഡ് at the workplace at affordable rate is important for employees. അതായത് അവിടെയുള്ള തൊഴിലാളികൾക്ക് മിതമായ നിരക്കിൽ തന്നെ അവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് അത് അവർ നല്ല രീതിയിൽ തന്നെ ലഭ്യമാക്കി കൊടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സെക്ഷൻ 46 ഓഫ് ദ ഫാക്ടറീസ് ആക്ട് 1948 impose എന്താ പറയുന്നത് statutory obligation for employees to provide canteens in factories employing more than 20 to 50 workers. അതായത് 250 മേലെ വർക്കേഴ്സ് ഉള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്യാൻറ്റീൻ സർവീസ് മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ അല്ലെ, അത് കൃത്യമായിട്ട് തന്നെയുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. ആ സ്ഥാപനത്തിന്റെ നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്. എത്രത്തോളം വർക്കേഴ്സ് ഉണ്ടെങ്കിൽ 250 കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ക്യാൻറ്റീൻ സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അത് എന്തിന്റെ ആക്ടിൽ വീടുന്നതാണ്? ഫാക്ടറീസ് ആക്ട് 1948. ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്ത് പോയേക്കാം. എത്ര വർക്കേഴ്സ് ആണ്? 250 മോർ ദാൻ 250 വർക്കേഴ്സ്, അവരുടെയൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട് എങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ് ആ സ്ഥാപനം എന്താണ് ക്യാൻറ്റീൻ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത്. Then most organization even those with less than 250 workers have voluntarily provide canteen facilities. ചില മിക്ക സ്ഥാപനങ്ങളും 250 താഴെയാണ് വർക്കേഴ്സ് എങ്കിലും എന്താണ് ഇത്തരത്തിലുള്ള ക്യാൻറ്റീൻ സർവീസുകളൊക്കെ സ്വമേധയാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Meals are made available to employee at a subsidized rate in these canteens. അതായത് അവര് ഭക്ഷണവും ഇതോടൊപ്പം തന്നെയൊക്കെ ക്യാൻറ്റീൻ സർവീസ് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ മതിയായ മിതമായ നിരക്കിലൊക്കെ തന്നെയാണ് ഈ ക്യാൻറ്റീൻ സർവീസുകൾ എംപ്ലോയർക്കൊക്കെ വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുന്നത്. എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്യാൻറ്റീൻ എന്താണെന്നുള്ളത് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തും ഉച്ചഭക്ഷണ സമയത്തൊക്കെ അവർക്ക് മിതമായ നിരക്കിൽ തന്നെ അവിടെ പോയി ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാവുന്നതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതിലൊരു ആക്റ്റും പിന്നെ 250 വർക്കേഴ്സിനേക്കാൾ കൂടുതലാണ് എങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. നെക്സ്റ്റ് നോക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. എന്താണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസിൽ പറയുന്നത്? ഓർഗനൈസേഷൻസ് ടേക്ക് കെയർ ഓഫ് ദ എഡ്യൂക്കേഷൻ നീഡ്സ് ഓഫ് ദ എംപ്ലോയി ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. അതായത് നമ്മൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യം ചെയ്യുന്നത്? അവിടെയുള്ള തൊഴിലാളികൾക്ക് അവരെ കുറച്ചും കൂടി അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ ലെവല് വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സിന്, അവിടെയുള്ള ഒരുപക്ഷെ കുട്ടികൾക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ഇതായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓർഗനൈസേഷൻസ് ഗ്രാൻഡ് ഈസി ലോൺ ടു എംപ്ലോയീസ് ഫോർ സ്റ്റഡിയിങ് ടു enhance their qualifications or for the education of their family members. അതായത് ചില ഓർഗനൈസേഷനുകളൊക്കെ ചെറിയ രീതിയിൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവരുടെ തന്നെ സ്വന്തം പ്രൊഫഷൻ തൊഴിലിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയ അഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ നേടിയിരിക്കാം. നമുക്കറിയാം ചില ഫേമുകളിലെ തൊഴിലാളികൾക്ക് കുറച്ചും കൂടി ഹയർ പോസ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനം തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ലോണുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മിതമായ നിരക്കിൽ തന്നെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടൊക്കെ അനുവദിക്കും.
അത് മാത്രമല്ല അവിടെയുള്ള തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും മിതമായ നിരക്കിലുള്ള പലിശയോട് കൂടിയിട്ടുള്ള ലോൺ സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത്. then എന്താ പറയുന്നത്, സം ഓർഗനൈസേഷൻസ് ഓൾസോ ഹാവ് ലൈബ്രറി ഫെസിലിറ്റീസ്. ചില ഓർഗനൈസേഷനുകൾ എന്താണ് വായനശാലകളും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ആണോ? രണ്ടുപേർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫാമിലി മെമ്പേഴ്സിനും അവിടെയുള്ള വർക്കേഴ്സിന്റെയും വർക്കേഴ്സിന്റെ റേറ്റ്സിനൊക്കെ തരും. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കുമ്പോൾ കൺസ്യൂമർ സൊസൈറ്റീസ്. എന്താണ് കൺസ്യൂമർ സൊസൈറ്റീസിൽ പറയുന്നത്? ഓർഗനൈസേഷൻസ് വിച്ച് their premises and staff quarters located at a place far away from market facilities, setting up of consumer items stores in the workers residence. അതായത് നമുക്കറിയാം ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെ, ഒരു വലിയ ക്വാർട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരുപാട് പേരുകൾ അവിടെ ഓരോ അല്ലെ ഓരോ റൂം വീടുകളൊക്കെ എടുത്ത് തന്നെ താമസിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വളരെ അകലമാണ് മാർക്കറ്റിംഗില് അല്ലെ, ഈ തരത്തിലുള്ള ചന്ത അല്ലെ ഒരു വീട് എല്ലാം വളരെ അകലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിന് അവർക്ക് ആവശ്യമുള്ള കോട്ടേഴ്സിലുള്ള ജീവിക്കുന്ന വ്യക്തികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എന്താണ് ഫെസിലിറ്റീസ്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ സ്ഥാപനങ്ങൾ ഓർഗനൈസേഷനുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്, ഓർഗനൈസേഷൻസ് വിത്ത് their premises and staff quarters located at a place far away from market facilities, setting up consumer items. അതായത് അവർക്ക് ഉപഭോക്തൃ ആവശ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, ദൈനംദിന ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം കൂടി എന്താണ് അതേ ആവശ്യമായിട്ടുള്ള ബിസിനസ് ഫോമുകളെല്ലാം തന്നെ ആ ഓർഗനൈസേഷൻ തന്നെ അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. Such stores are managed by societies and ensure availability of consumer goods at reasonable prices. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സൊസൈറ്റികളായിരിക്കും. അതായത് അവരുടെ സ്ഥാപനത്തിന്റെ തന്നെ ഏതെങ്കിലും അല്ലെ സൊസൈറ്റികളായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മാനേജ് ചെയ്യുന്നത്. അതിന്റെ അവൈലബിൾ ഫോർ കൺസ്യൂമർ ഗുഡ്സ് ആയിട്ട് റീസണബിൾ പ്രൈസ്, അവിടെയൊക്കെ ഉപഭോക്തൃ വസ്തുക്കളെല്ലാം തന്നെ വളരെ മിതമായ നിരക്കിൽ തന്നെയായിരിക്കും അവിടെയൊക്കെ ലഭ്യമാക്കുന്നത്. ഓക്കെയാണോ? കൺസ്യൂമർ സൊസൈറ്റീസ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ക്വാർട്ടേഴ്സിലൊക്കെ ഒരുപാട് ക്വാർട്ടേഴ്സിലൊക്കെ അല്ലെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വലിയ അല്ലെ ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിലായിരിക്കും. അപ്പൊ അതിനുള്ള സൗകര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം എന്താണ് അടുത്തത് ക്രെഡിറ്റ് സൊസൈറ്റീസ്. എന്താണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ cooperative credit societies that are formed to make employees self-independent in matters of loan requirements rather than being compelled to borrow from money lenders at high interest rates. Such societies are formed to ensure careful use of money among employees. അതായത് നമുക്ക് അല്ലെ ഇതും ഒരു ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി തന്നെയാണ് എന്ത് ഈ ഒരു എന്താണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ളത്. അതായത് നമ്മുടെ പണത്തിന്റെ അല്ലെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവർക്ക് മണി കൊടുക്കുകയാണ് അല്ലെ. ദിസ് ആർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ദാറ്റ് ആർ ഫോംഡ് ടു മേക്ക് എംപ്ലോയീസ് സെൽഫ് ഇൻഡിപെൻഡന്റ് ഇൻ മാറ്റേഴ്സ് ഓഫ് ലോൺ റിക്വയർമെന്റ്സ്. എന്തെങ്കിലുമൊക്കെ ലോണുകളൊക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് സെൽഫായിട്ട് ലോണുകളൊക്കെ കൊടുക്കും. rather than being compelled to borrow from money lenders at a high interest rate അല്ലെ. മറ്റ് മണി ലെൻഡേഴ്സ് മണിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അത്രയും ഇൻട്രസ്റ്റ് കൊടുക്കാതെ തന്നെ അവർക്ക് പേയ്മെന്റ് അല്ലെ ഇത്തരത്തിലുള്ള ലോൺ എടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കും. അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് such societies are formed to ensure careful use of money among employees. എംപ്ലോയീസ് ഒക്കെ എന്താണ് നല്ല രീതിയിലാണ് പണം വിനിയോഗം നടത്തുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തുന്നത് അല്ലെ. സൊസൈറ്റിയിലെ എല്ലാ ആനുകൂല്യങ്ങളും എന്നുള്ള രീതിയിൽ എടുത്തു കൊടുക്കുമ്പോൾ മിതമായ ആവശ്യമായ രീതിയിൽ തന്നെയാണ് ലോണുകൾ അനുവദിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നുള്ള ഇതിൽ പറയുന്നത്. അതായത് ചില സ്ഥാപനങ്ങളിലൊക്കെ ലോൺ കിട്ടാൻ എളുപ്പം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതൊക്കെ ചെയ്യുന്നവരൊക്കെ അതൊക്കെ തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ക്യാൻറ്റീൻ സർവീസുകളുണ്ട്, കൺസ്യൂമർ സൊസൈറ്റികളുണ്ട്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് അനുവദിക്കുന്നുണ്ട്. അത് ചില ഫ്രിഞ്ച് ബെനിഫിറ്റിന്റെ ഓരോ ഭാഗങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് എടുക്കാനില്ല, സമയമില്ല. അപ്പൊ എന്തായാലും വായിച്ചു നോക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഭാഗമല്ലേ, കുഴപ്പമില്ലല്ലോ. ആണോ? വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ.
Thank you. Okay, thank you. Thank you, ma'am.